മന്ത്രിമാർക്ക് ആർഭാടം വർദ്ധിക്കുന്നു എന്ന വിമർശനം ഉയർന്ന ഇക്കാലത്ത് ഒരു ചിത്രം കാണിക്കാം. ഇത് പട്ടണത്ത് പോയതാ. അത് കർഷകനൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ മറ്റ് ബന്ധുക്കളെക്കാൾ മുമ്പേ അവിടെ എത്തേണ്ടത് കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരായിരിക്കും. ഉൽപ്പാദിപ്പിക്കുന്നവർ വില നിശ്ചയിക്കുന്ന ഇതാണ് നാട്ടു നടപ്പും ലോകത്തിന്റെ രീതിയും എന്നിരിക്കെ അങ്ങനെ നിശ്ചയിക്കാൻ അവകാശമില്ലാത്ത ഒരു കൂട്ടർ മാത്രമേ ലോകത്തുള്ളൂ. അവരുടെ പേര് കർഷകനെന്ന്. ഇതാണ് ഈ ഇൻക്യുബേഷൻ സെന്ററുകൾ എന്നെല്ലാം പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അതിലേക്കാണ് നീങ്ങുന്നത്. അതിന്റെ ആദ്യം വരാൻ പോകുന്ന അതാണ്. അതിന് തറക്കല്ലിട്ട് കഴിഞ്ഞു. മന്ത്രിയുണ്ടോ എന്നുള്ളതല്ല, നിലപാടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമാവുന്ന കാര്യം. അതുകൊണ്ട് നിലപാടിൽ വിട്ടുവീഴ്ചയും. നമസ്കാരം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥി നിർണയമൊക്കെ ഏറെക്കുറെ പൂർത്തിയാക്കി കഴിഞ്ഞു എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പലപ്പോഴും പോകുന്നത് രാഷ്ട്രീയ അതിപ്രസരമുള്ള ചർച്ചകളിലേക്കാണ്. ഈ പശ്ചാത്തലത്തിലാണ് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, വികസന വിഷയങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തി ജനങ്ങൾക്ക് നോട്ട് ചെയ്യാൻ കഴിയുന്ന പോയിന്റുകൾ അവതരിപ്പിക്കാൻ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് ഞങ്ങൾ അവസരമൊരുക്കുന്നത്. അമൃത ടിവിയുടെ നോട്ട് ദ പോയിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരച്ഛൻ മകനെ അന്നത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അന്നം ഒരു കാരണവശാലും ആര് തന്നാലും നിഷേധിക്കരുതെന്നും അതിനത്രയും മഹത്വമുണ്ടെന്നും അദ്ദേഹം നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അന്ന് ആ അച്ഛൻ പഠിപ്പിച്ച മകൻ പിന്നീട് മലയാളികളെ അന്നമൂട്ടുന്ന മന്ത്രിയായി മാറി. അദ്ദേഹം ആ പദവിയിൽ 5 വർഷം പൂർത്തിയാക്കുകയുമാണ്. അദ്ദേഹമാണ് സംസ്ഥാനത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ്. മുതിർന്ന CPI നേതാവാണ് ഇന്നത്തെ നോട്ട് ദ പോയിന്റിലെ അതിഥി. സ്വാഗതം സർ. നമസ്കാരം. നമസ്കാരം. കൃഷി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ 5 വർഷം പൂർത്തിയാക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അന്നത്തിൻ്റെ മഹത്വം നന്നായി അറിയാവുന്ന, കൃഷിക്കാരുടെ അനുഭവങ്ങളിലൂടെ കടന്നു വരുന്ന, കർഷകനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റായ ഒരാൾ ഈ മന്ത്രി പദവിയിൽ 5 വർഷം പൂർത്തിയാക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണത്? കേരളത്തിൻ്റെ കാർഷിക മേഖല വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ മണ്ണിൻ്റെ പ്രത്യേകത, നമ്മുടെ പശ്ചിമഘട്ടം, ഇതെല്ലാം മെച്ചപ്പെട്ട വിളകൾ സമ്മാനിക്കുന്ന ഒരു ഭൂപ്രദേശമാക്കി നമ്മളെ തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഗുണമേന്മ കൂടുതലാണ്. അങ്ങനെയുള്ളപ്പോഴും നമ്മുടെ കർഷകർ വലിയ പ്രതിസന്ധികളിലാണ് ചെന്ന് എത്തപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ്. കൃഷി എപ്പോഴും കാലാവസ്ഥയെ ആശ്രയിച്ചാണല്ലോ നിൽക്കുന്നത്. ആ കാലാവസ്ഥയിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ ഏറ്റവും ആദ്യം ബാധിക്കുകയും ഏറ്റവും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നത് കൃഷിയെയാണ്. ഇതൊരു വലിയ പ്രതിസന്ധിയായിരുന്നു നമ്മുടെ മുമ്പിലുള്ളത്. ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യാമെന്നായിരുന്നു ചുമതലയേറ്റ നാൾ മുതൽ ഞാനും ആലോചിച്ചത്. ഏത് കാര്യം നടപ്പിലാക്കണമെങ്കിലും പണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഞെരുക്കം കൂടി വന്നപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് പണം വിനിയോഗിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വന്നു. എങ്കിലും നമുക്കത് മാറ്റിവെക്കാൻ പറ്റുകയില്ലായിരുന്നു. എങ്ങനെ പണം ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് ആലോചിച്ചു. പല വഴികൾ ഞങ്ങൾ നോക്കി. കേന്ദ്ര ഗവൺമെൻറ് സഹായ പദ്ധതികളെക്കുറിച്ച് ആലോചിച്ചു, സമീപിച്ചു. ലഭ്യമാവാതെ വന്നപ്പോഴാണ് വേൾഡ് ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചത്. അങ്ങനെ 2595 കോടി രൂപയുടെ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാനായി എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ 40 കൊല്ലത്തിനിടയിൽ ആദ്യമായിട്ടാണ് കേരളത്തിലെ കൃഷി വകുപ്പിൽ ഒരു വലിയ പദ്ധതി നടപ്പിലാവുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 2000 കോടിയോളം രൂപ സാധാരണ ബജറ്റ് വിഹിതത്തിന് പുറമെയായി കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് ഒരു 5 വർഷം കൊണ്ട് നടപ്പിലാക്കാൻ പറ്റുന്നു എന്നുള്ളത് വലിയ നേട്ടമാണ്. ആ നേട്ടത്തിലേക്ക് കൃഷി വകുപ്പിനെയും കേരളത്തിലെ കർഷകരെയും എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. സർക്കാർ ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്, പക്ഷേ അത് യഥാർത്ഥ കർഷകരിലേക്ക് എത്താതെ പോകുന്നൊരു സാഹചര്യമുണ്ടെന്ന് പറയുന്നു. അതിനകത്ത് എത്രത്തോളം വാസ്തവമുണ്ട്? അതിപ്പോൾ അത്ര ഒരു വാസ്തവമുള്ള കാര്യമല്ല. യഥാർത്ഥ കർഷകർക്ക് ഏതെല്ലാം തരത്തിലാണ് ഇതിലെല്ലാം അപേക്ഷിക്കാൻ പറ്റുക എന്ന് ഞങ്ങൾ നോക്കുന്നുണ്ട്. യഥാർത്ഥ കർഷകരിലേക്ക് തന്നെ എത്തിക്കണം. ഞങ്ങൾ കേര പദ്ധതിയുടെ ഉദ്ഘാടനത്തിനെക്കുറിച്ച് ആലോചിച്ചു. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പുകൾ പലത് വന്നു. എന്നാൽ മാറ്റിവെച്ചേക്കാം, നമുക്കൊരു വലിയ ഉദ്ഘാടന പരിപാടി നടത്താം. ഞങ്ങൾ അങ്ങനെയല്ല ആലോചിച്ചത്. പദ്ധതി തുടരാൻ തീരുമാനിച്ചു. ഉദ്ഘാടനം നമുക്ക് വഴിയേ നടത്താം എന്നാലോചിച്ചു. ഉദ്ഘാടനം ഈ കഴിഞ്ഞ മാസത്തിലാണ് നടത്തിയത്. നമ്മൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ ഉദ്ഘാടനം നടത്തുമ്പോൾ ഞങ്ങൾ ആനുകൂല്യത്തിൻ്റെ വിതരണം കൂടിയാണ് നടത്തിയതെല്ലാം അവിടെ. അപ്പോൾ യഥാർത്ഥ കർഷകരിലേക്ക് എത്തുന്നതിനകത്തൊരു അല്പം പോലും താമസം പാടില്ല എന്ന് തീരുമാനിച്ചു.
മറ്റ് ചിലവുകൾ കുറയ്ക്കണം എന്ന് തീരുമാനിച്ചു. അതിൻ്റെ അധികം പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാനീ പറയുന്ന 40 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്രയും ബൃഹത്തായൊരു പദ്ധതി കേരളത്തിലെ കൃഷി വകുപ്പിൽ നടക്കുന്നത്. 2595 കോടി രൂപയുടെ പദ്ധതിയാണ്. നിങ്ങൾ എത്ര പരസ്യം അതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. അതിനപ്പുറത്തേക്ക് അതെല്ലാം നമുക്ക് കർഷകരുടെ വരുമാനത്തിലും അവർക്ക് ലഭ്യമാകുന്ന സഹായത്തിലും അതെല്ലാം പ്രതിഫലിപ്പിക്കണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ അർഹരായ യഥാർത്ഥ കർഷകരിലേക്ക് ആനുകൂല്യം എത്തിക്കാനുള്ള എല്ലാ വഴികളും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ പഴയ പല്ലവി നമുക്കിപ്പോൾ അധികം കേൾക്കാനില്ല. അതുകൊണ്ട് അല്ല, അങ്ങനെ ഒരു ചോദ്യം വരാൻ കാരണം ഭൂമിയുള്ളവരെല്ലാം കർഷകരാണെന്ന് പറയാൻ കഴിയില്ല. അവിടെ കൃഷി ചെയ്യുന്നവരാണ് കർഷകർ. അപ്പോൾ ഭൂമിയുള്ളവർ പലരും കർഷകരായി ചമഞ്ഞ് ഈ കർഷകർക്ക്, യഥാർത്ഥ കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യം കൈപ്പറ്റുന്നു എന്ന് പറയുന്ന വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ചോദ്യം. സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ എന്നാൽ ഇപ്പം കുറേ പരിശോധനകൾ കർശനമാണ്. കൃഷി ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. എയിംസ് പോർട്ടൽ പോലുള്ള പോർട്ടലുകൾ ഞങ്ങൾ വിപുലീകരിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. ഖദർ എന്ന് പറഞ്ഞൊരു മൊബൈൽ ആപ്പ് കേരളം പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുണ്ട്. ആ തരത്തിൽ കേരള കൃഷി ഹബ്ബ് KKH എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനത്തിൻ്റെ ഭാഗമായി ഇതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ ഇത് കഴിയും തോറും ഞങ്ങൾ അത്തരത്തിലുള്ള ലൂപ്പ് ഹോൾസുകളെല്ലാം അടച്ചാണ് മുമ്പോട്ടേക്ക് നീങ്ങുന്നത്. അതുകൊണ്ട് വലിയ തരത്തിൽ അങ്ങനെ ചെയ്യാൻ ഇപ്പോൾ പ്രയാസമാണ്. പലപ്പോഴും കൃഷി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ താങ്കൾ സൂചിപ്പിച്ചിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, കർഷകർ അവരുടെ ഉൽപ്പന്നം വിറ്റ് ആ ലഭിക്കുന്ന വിലയിൽ മാത്രം സംതൃപ്തി അടയരുത്, പകരം അതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റണം. എന്നാൽ മാത്രമേ കർഷകരുടെ ജീവിത നിലവാരം ഉയർത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഈ 5 വർഷ കാലയളവിൽ ആ രീതിയിലുള്ള ശ്രമങ്ങൾ ഏത് ഘട്ടത്തിലെത്തി? ഏത് ഉൽപ്പന്നത്തിൻ്റെയും വില നിശ്ചയിക്കുന്നത് ആ ഉൽപ്പന്നം ഉണ്ടാക്കിയവരാണ്. നമ്മൾ രണ്ടാളുകളുടെയും ഡ്രസ്സ് നോക്കുക, നമ്മുടെ കണ്ണട നോക്കുക, ഈ ഉപയോഗിക്കുന്ന മൈക്ക് നോക്കുക, എല്ലാത്തിൻ്റെയും വില നിശ്ചയിച്ചിരിക്കുന്നത് ഉൽപ്പാദിപ്പിച്ചവരാണ്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നവർ വില നിശ്ചയിക്കുന്ന ഇതാണ് നാട്ടുനടപ്പും ലോകത്തിൻ്റെ രീതിയും എന്നിരിക്കെ. അങ്ങനെ നിശ്ചയിക്കാൻ അവകാശമില്ലാത്ത ഒരു കൂട്ടർ മാത്രമേ ലോകത്തുള്ളൂ. അവരുടെ പേര് കർഷകൻ എന്നാണ്. കർഷകൻ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് വിപണിയാണ് വില നിശ്ചയിക്കുന്നത്. വാങ്ങാൻ വരുന്നവർ വില നിശ്ചയിക്കുന്നതാണ് നമ്മൾ കാണുന്ന ഒരു രീതി. എങ്ങനെ മാറ്റം ഉണ്ടാക്കാൻ പറ്റും? ഒരു ഉത്തരവിലൂടെ ഒറ്റയടിക്ക് ലോകം മുഴുവൻ മാറ്റാൻ പറ്റുമോ? കേരളത്തിൽ അങ്ങനെ മാറ്റാൻ പറ്റുമോ? പ്രയാസമാണ്. അപ്പോൾ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഇതിനൊരു നിശ്ചിതമായ മിനിമം സപ്പോർട്ട് പ്രൈസസ് പോലുള്ള നിശ്ചയിക്കാം. അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തന്നെ പച്ചക്കറികളടക്കമുള്ളവയ്ക്ക് പഴങ്ങൾ വർഗ്ഗങ്ങൾക്ക് നമ്മൾ MSP കേരളം പ്രഖ്യാപിച്ചു. അതുകൊണ്ട് മാത്രം കാര്യമാവാതെ വരും ചിലപ്പോൾ. ഇതിനേക്കാൾ മെച്ചപ്പെട്ട വരുമാനത്തിലേക്ക് കർഷകൻ എത്തിയെങ്കിൽ മാത്രമേ കർഷകൻ കൃഷിയിൽ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ കർഷകൻ കൃഷിയിൽ നിൽക്കണമെന്നൊക്കെ വെറുതെ നമുക്ക് ഭംഗിവാക്ക് പറഞ്ഞു പോയിട്ട് കഥയൊന്നുമില്ല. കർഷകൻ നിൽക്കണമെങ്കിൽ കർഷകൻ അന്തസ്സായ ജീവിതം നയിക്കാനുള്ള വരുമാനം കൃഷി കൊണ്ട് കിട്ടണം സമൂഹത്തിൽ. ഇവിടെ കർഷകർക്ക് നല്ല വരുമാനം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഈ ഉൽപ്പന്നത്തെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കിയാൽ നല്ല വരുമാനം കിട്ടും. അപ്പോൾ മൂല്യവർദ്ധനവിന് ഒരു പ്രാധാന്യം കൊടുക്കണം. ഈ ഉൽപ്പന്നം ഒരിടത്തുണ്ടാക്കുന്ന ഉൽപ്പന്നം വേറൊരിടത്ത് കൊണ്ട് വിറ്റാലോ നല്ല വില കിട്ടുമായിരിക്കാം. അപ്പോൾ അതിനുള്ള സംവിധാനം ഒരുക്കണം. ഈ ഉൽപ്പന്നം ഇന്ന് വിറ്റാൽ പൈസ കിട്ടില്ല, ഒരു മാസം കഴിഞ്ഞ് വിറ്റാൽ പൈസ കിട്ടും. പച്ചക്കറി ആണെങ്കിൽ പെരിഷബിൾ ഐറ്റമാണ്, പെട്ടെന്ന് കേടാവും. എന്ത് ചെയ്യും? സൂക്ഷിക്കാൻ സംവിധാനമുണ്ട്. അപ്പോൾ സൂക്ഷിക്കാനുള്ള സംവിധാനമാണ്. സംസ്കരിച്ച് വെച്ചാൽ നമുക്കതിനൊരു മാർക്കറ്റ് ഉണ്ടാവും. അപ്പോൾ സംസ്കരിക്കാൻ പറ്റണം. എനിക്കൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കണം, പക്ഷേ എൻ്റെ കയ്യിൽ ഒരു മിഷണറിയും അതുമായി ബന്ധപ്പെട്ടില്ല എന്ന് വിചാരിക്കുക. സിമ്പിളായിട്ട് ഞാൻ ഏത്തക്കൊല കൊണ്ടുപോയി വിൽക്കാൻ നോക്കിയാൽ എനിക്കിപ്പോൾ ഏത്തക്കൊലയ്ക്ക് നല്ല വില കിട്ടില്ല. എനിക്കത് ചിപ്സാക്കിയാൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനത് ചിപ്സാക്കണം. അപ്പോൾ എനിക്ക് വലിയ പാത്രങ്ങൾ വേണം, മറ്റ് സംവിധാനങ്ങൾ വേണം എന്നൊക്കെ ആയിരിക്കും. എൻ്റെ അതൊന്നുമില്ല. പക്ഷേ അതിനൊരു പൊതു ഇടമുണ്ടെങ്കിലോ അവിടെ കൊണ്ടുപോയി ഞാനത് കൊടുത്ത് വെളിച്ചെണ്ണയ്ക്കുള്ള പൈസ അടച്ചല്ലെങ്കിൽ ഞാൻ വെളിച്ചെണ്ണയും കൊണ്ടുപോയി ഞാൻ തന്നെ അത് വറുത്തുകൂടി റെഡിയാക്കിയ എടുക്കുമെങ്കിൽ ഒരു പാക്കിംഗ് മെറ്റീരിയൽസും കൊണ്ടുപോയാൽ പാക്കറ്റിലാക്കി തരുന്ന ഒരിടം എനിക്കുണ്ടെങ്കിൽ എന്ത് സഹായമായിരിക്കും? ഇതാണ് ഈ ഇൻക്യുബേഷൻ സെൻ്ററുകൾ എന്നെല്ലാം പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അതിലേക്കാണ് നീങ്ങുന്നത്. അതിൻ്റെ വരാൻ പോകുന്നത് അതിന് തറക്കല്ലിട്ട് കഴിഞ്ഞു. കൃഷി വകുപ്പിൻ്റെ മുൻകൈയിലുള്ള 50 കോടിക്കുള്ള അഗ്രി പാർക്കിന്, വെജിറ്റബിൾ പാർക്കിന് ഞങ്ങൾ ചേർത്തലയിൽ തറക്കല്ലിട്ടു. ബനാന ഹണി പാർക്ക് അതിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട്, ഇതൊക്കെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് പോയി നടത്താനില്ല, നടത്താൻ മറ്റ് ഏജൻസികളെ കൊണ്ട് നടത്തിക്കാൻ നമ്മൾ അതിനുവേണ്ടിയുള്ള ധാരണാപത്രത്തിലേക്ക് നീങ്ങി. അങ്ങ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നം അവിടെ കൊണ്ടുകൊടുത്ത് അതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി കൺവേർട്ട് ചെയ്ത് കർഷകർക്ക് തന്നെ കൊണ്ടുപോകാം, പാക്കറ്റാക്കി കൊണ്ടുവരാം. നിങ്ങൾ വിൽപ്പന നടത്തുന്നെങ്കിൽ നിങ്ങൾ വിൽപ്പന നടത്തിക്കോ. നിങ്ങൾ വിൽപ്പന നടത്താൻ നിങ്ങൾ കാപ്കോയോ മറ്റോ ഏൽപ്പിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞങ്ങളൊരു കമ്പനി ഉണ്ടാക്കി, അതും ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. ഒരു കേരള അഗ്രോ ബിസിനസ് കമ്പനി, പൊതു സ്വകാര്യ പങ്കാളിത്തം, കർഷകർക്ക് പങ്കാളിത്തമുള്ളൊരു കമ്പനി. അത് എങ്ങനെ ചെയ്യാൻ പറ്റും? എല്ലാം സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായി കേരളത്തിൽ ഇപ്പോൾ ഉള്ള ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പട്ടികയിലേക്ക് വേറൊരു പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുമ്പോൾ കഥയില്ല. നല്ല ബിസിനസ് ഇതായിരിക്കണം, ഹൈലി പ്രൊഫഷണൽ
ആയിരിക്കണം. അതിനകത്ത് വേറെ ഒരു കോംപ്രമൈസും പാടില്ല. ഞങ്ങൾ അങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. സിയാലിൽ പോയി അതിൻ്റെ ബയലോ എല്ലാം എടുത്ത് രാത്രികൾ പകലുകൾ ഞങ്ങൾ ചർച്ച നടത്തി. കേരള അഗ്രോ ബിസിനസ് കമ്പനി കൊണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് കമ്പനിക്ക് രൂപം കൊടുത്തു. ഈ കമ്പനിയുടെ മുൻകൈയിൽ ഞങ്ങൾ DPR ക്ലിനിക്കുകൾ, B2B മീറ്റുകളൊക്കെ നടത്തുന്നത് ഇപ്പോൾ അങ്ങനെയാണ്. ഞങ്ങൾ അതിനൊരു 365 ദിവസവും ഈ എക്സിബിഷനും ട്രേഡും നടത്താൻ പറ്റുന്നൊരു സെൻറ്റർ ഉണ്ടാകും. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഞങ്ങൾ അതിന് തുടക്കം കുറിച്ച് ഈ ആനയറയിൽ ഏതാണ്ട് 80 കോടി രൂപയുടെ ഒരു സംവിധാനം അവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ പൂർത്തിയാക്കണമെന്ന് വിചാരിച്ചാണ്, നടന്നില്ല. പക്ഷേ ചിലപ്പോൾ 1-2 മാസത്തിനകം അത് പൂർണ്ണ നിലയിലേക്ക് എത്തും. ഒരു കോൺഫറൻസ് ഹാള്, കൺവെൻഷൻ സെൻറ്ററുകൾ, ട്രേഡ് സെൻറ്ററുകൾ, എക്സിബിഷൻ സെൻറ്ററുകൾ, ഫുഡ് കോർട്ട് എന്നിവയെല്ലാം ആനയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏതാണ്ടൊരു 75% പണി ആയിട്ടുണ്ട്. ഈ യുവാക്കൾ പലയിടങ്ങളിലും ഇപ്പോൾ ശാസ്ത്രീയമായ കൃഷി രീതി അവലംബിച്ചുകൊണ്ട് കൃഷി മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. കൂടുതലായി യുവാക്കൾ ഈ രംഗത്തേക്ക് കടന്നു വരേണ്ടത് ഭാവി കേരളത്തിൻ്റെ, ഭാവി ഭാരതത്തിൻ്റെ കൂടി ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ കാർഷിക മേഖല അന്യം നിന്ന് പോകും. അവരോട് എന്താണ് പറയാനുള്ളത്? സർക്കാരിന് അവർക്ക് വേണ്ടി എന്താണ് വളരെ ചെയ്യാൻ? പ്രസക്തമായ കാര്യമാണ്. ഞങ്ങൾ വിദേശത്തേക്ക് കൃഷി പഠിക്കാൻ വേണ്ടി ആൾക്കാരെ അയച്ചു. ആദ്യമായിട്ടാണ് കേരളത്തിലെ കൃഷി വകുപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കർഷകർ കൃഷി പഠിക്കാൻ വേണ്ടി ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നത്. ഞങ്ങളാണത് തുടങ്ങിയത്. ഞാൻ കുറേ വിമർശനങ്ങൾ അതിന് വേണ്ടി കേട്ടതാണ്. ഒരാൾ മുങ്ങിയതിൻ്റെ പേരിൽ ഇസ്രയേലിൽ പോയിട്ട്. ഞങ്ങളത് സെലക്ട് ചെയ്തത് 50 വയസ്സിൽ താഴെയുള്ള കർഷകർ വേണം, ഒരു 10 വർഷങ്ങൾ നിന്നവരായിരിക്കണം എന്നുള്ളതായിരുന്നു. ചെറുപ്പത്തെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാനാണ്. 100 കണക്കിന് ചെറുപ്പക്കാർ ഇന്ന് കേരളത്തിൽ ഈ രംഗത്തുണ്ട്. മെച്ചപ്പെട്ട വരുമാനം അവർ നേടിയെടുക്കുന്നുണ്ട്. ഞങ്ങൾ സ്ത്രീകളുടെ വിജയകഥകൾ കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ചു. 100 വിജയകഥകൾ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. 500-ലപ്പുറമാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഇനിയും 100 കണക്കിന് പ്രസിദ്ധീകരിക്കാൻ ബാക്കി നിൽക്കുന്നു. ചെറുപ്പത്തിൻ്റെയും അതുപോലെ തന്നെയാണ്. 1 ലക്ഷം രൂപ പ്രതിമാസം ലാഭം, വരുമാനമുള്ള, വിൽപ്പനയല്ല, വരുമാനമുള്ള കർഷകർ കേരളത്തിലുണ്ടാവണം. അത് 1 ലക്ഷമെങ്കിലും വരുന്ന 2-3 വർഷങ്ങൾ കൊണ്ടുണ്ടാക്കണം. ആ തരത്തിൽ ഞങ്ങൾ നീങ്ങുന്നു. ഞങ്ങളുടെ എല്ലാം കാണുന്നത് ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാർ നല്ലവണ്ണം ഈ രംഗത്തേക്ക് എത്തുന്നുണ്ട്, നല്ല വരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. ആ സക്സസ് സ്റ്റോറീസ് എത്തിച്ച് കൂടുതൽ ചെറുപ്പക്കാരെ എത്തിക്കാനും കൃഷി ഒരു സംരംഭമായി തന്നെ കണക്കാക്കാൻ പറ്റുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഫ്രീ ആയി DPR ക്ലിനിക്കിലൂടെ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ തയ്യാറാക്കി കൊടുത്തു. വലിയ അനുഭവമായിരുന്നു DPR ക്ലിനിക്ക് കേരളത്തിൽ കൃഷി വകുപ്പ് നടപ്പിലാക്കിയത്. അപ്പോൾ ഇതെല്ലാം ചെറുപ്പത്തിനുള്ള വലിയ സാധ്യതയെ ഞങ്ങൾ തുറന്നിടുകയാണ്. സെക്കൻഡറി അഗ്രികൾച്ചറിൻ്റെ ഭാഗമായി ഞങ്ങൾ അതിനെയും കാണുന്നുണ്ട്. കാപ്കോ അതിലേക്കും തുടങ്ങിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ ധൈര്യപൂർവ്വം വരാം, നന്നായി രംഗത്തേക്ക് ഇടപെടാം. ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. എനിക്കും വലിയ ആവേശമാണ് തരുന്നത്. ഞാൻ ഒറ്റ കാര്യം കൂടി പറയട്ടെ. എനിക്ക് കൂൺ കൃഷിയുണ്ട്. ഒരു 100 ബെഡ് ഇട്ട് നമുക്ക് തുടങ്ങിയാലോ എന്ന് പറഞ്ഞു. ഞാൻ സാഹസികമായി പറഞ്ഞു, പോരാ, നമുക്കൊരു 500. എനിക്ക് 550 ബെഡ് ഉണ്ടായിരുന്നു. കാസർകോട്ടെ സച്ചിൻ പയ്യൻ എന്ന കൊച്ചു പയ്യൻ എന്നെ ഞെട്ടിച്ചു. അവന് 60,000 ബെഡുണ്ട്. ചെറുപ്പം സാഹസികമായി രംഗത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്, നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ രാഹുലിനെയും അടക്കമുള്ള മറ്റു സംഘത്തെ എല്ലാം ഓർക്കുന്നുണ്ട് ഈ കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട്. ഇതൊക്കെ ചെറുപ്പക്കാരാണ്. മർച്ചൻ്റ് നേവിയിലെ ഉദ്യോഗം മാറ്റി വെച്ചിട്ട് കളഞ്ഞിട്ട് വന്ന് കൃഷിയിലേർപ്പെട്ട് ലക്ഷങ്ങൾ പ്രതിമാസം വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. കൃഷി ചെയ്തുള്ള പൈസ കൊണ്ട് ഓഡി കാർ വാങ്ങിച്ച കർഷകൻ വരെ എൻ്റെ നാട്ടിലുണ്ട്. ഒരു ചെറിയ കാര്യമല്ല. സുജിത്തിനെ പോലുള്ള ആൾക്കാർ ഞാൻ മറന്നിട്ടാണ് അത് പറയുന്നത്. കൃഷി വകുപ്പ് മന്ത്രിക്ക് കൃഷിയെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ട്. കർഷകരുടെ അനുഭവങ്ങളിലൂടെ വളർന്നു വന്ന ഒരു മന്ത്രിയാണ്, കൃഷി ചെയ്യുന്നൊരു മന്ത്രിയാണ്. പക്ഷെ പലപ്പോഴും വരുന്നൊരു വിമർശനം കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരാണെങ്കിലും മറ്റ് ജീവനക്കാരാണെങ്കിലുമൊക്കെ കർഷകരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിനൊപ്പം നിൽക്കാനുള്ളൊരു മാനസികാവസ്ഥ കാണിക്കാറില്ല എന്നുള്ളതാണ്. അതായത് സർക്കാരിൻ്റെ, മന്ത്രിയുടെ ആ വികസന കാഴ്ചപ്പാടുകളെ പൂർണ്ണമായും ജനങ്ങളിലേക്ക് എത്തിക്കാൻ അതൊരു തടസ്സമായും തോന്നാറുണ്ട്. എനിക്ക് സത്യത്തിൽ അങ്ങനെ തോന്നുന്നു. ഞാനൊരു 1-2-3 വകുപ്പുകളെ അകത്ത് നിന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് ഈ കാലത്ത്. കൃഷി വകുപ്പ് ഉൾപ്പെടെ. ഞാനൊരു മന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിച്ച ഒരാളാണ്, ഒരു സ്ഥാപനത്തിൻ്റെ ചെയർമാനായി പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ ഈ വകുപ്പുകളെല്ലാം അകത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ മെച്ചപ്പെട്ട വകുപ്പാണ് കൃഷി വകുപ്പ്. ഞങ്ങളുടെ കൃഷി ഓഫീസർമാർ ഒട്ടും മോശമല്ല, മോശമാണെന്ന് പറഞ്ഞാൽ നല്ല മികച്ച തരത്തിൽ നിൽക്കുന്നതാണ്. ഈ മെച്ചമെല്ലാം ഉണ്ടാക്കിയതിൻ്റെ ബാക്ക് ബോൺ അവരാണ്. അപൂർവമായി ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ അത്രയും അങ്ങോട്ട് വരാത്തവരുണ്ടാവും. അത് ക്വയറ്റ് നാച്ചുറൽ. നമ്മുടെ വീടുകളിൽ പോലും അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ. എനിക്ക് പക്ഷേ മെച്ചപ്പെട്ട അഭിപ്രായമാണുള്ളത്. അല്ല, ഇത് ഞാനും പറഞ്ഞത് ജനറലൈസ് ചെയ്ത് പറഞ്ഞതല്ല. പലപ്പോഴും പറയുന്നത് വെച്ചാൽ കൃഷിയെക്കുറിച്ച് കുറച്ചുകൂടി വളരെ നന്നായിട്ട് അറിയാവുന്നവർ, അങ്ങനെ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്, അവർ സഹായിച്ചതിൻ്റെ റിസൾട്ടും ഉണ്ടാവാറുണ്ട്. അങ്ങ് പറഞ്ഞതിനകത്ത് ഒരു ചെറിയ ഉണ്ടാവുന്നത്, ഇവരൊക്കെ കാലങ്ങളായി തുടർന്നുകൊണ്ടിരുന്നൊരു രീതി ഇതായിരുന്നു. സബ്സിഡി കൊടുക്കുക, ടാർഗറ്റ് കൊടുക്കും. ഇത്ര തെങ്ങിൻ തൈ വെച്ചിരിക്കണം, ഈ തെങ്ങിൻ തൈ വെക്കാൻ വേണ്ടിയുള്ള ഓട്ടമാണ്. ടാർഗറ്റ് അച്ചീവ് ചെയ്തോ എന്ന് നോക്കുകയാണ്.
ഇതായിരുന്നു കഴിഞ്ഞ കുറേ നാളായി കൃഷി വകുപ്പ്. ഞാനോട് പറഞ്ഞു, നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തെങ്ങും തൈയും പ്ലാവും തൈയും എല്ലാം വിതരണം ചെയ്യുന്നത് മാത്രമല്ല. കേരളത്തിൽ എങ്ങനെയാണ് പദ്ധതി? വാഴയ്ക്കൊരു പദ്ധതി, കപ്പയ്ക്കൊരു പദ്ധതി, തെങ്ങിനൊരു പദ്ധതി. ഇങ്ങനൊരു പദ്ധതി വെച്ചിട്ട് കേരളത്തിലെ 14 ജില്ലകളിൽ ഒരേപോലെ നടപ്പിലാക്കാൻ തീരുമാനിച്ച് വിടുന്ന പരിപാടി അശാസ്ത്രീയമാണ്. തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ ഇരിക്കുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ജില്ലയുടെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും നോക്കൂ. കിഴക്ക് മലകൾ, ഇടയ്ക്ക് സമതലങ്ങൾ പോലുള്ളത്, ഇനി വരുമ്പോൾ തീരപ്രദേശം, വ്യത്യസ്തമായ മണ്ണ്, ഭൂപ്രകൃതി, കാലാവസ്ഥ എല്ലാമല്ലേ. ഈ ഒരു ജില്ലയിൽ തന്നെ ഒരേപോലെ എല്ലാ കൃഷിഭവനിലും ഒരേപോലെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പറ്റുമോ? അപ്പോൾ ഏത് പദ്ധതി എവിടെയാണ് എങ്ങനെയാണ് എന്നത് ആസൂത്രണം താഴെ നടക്കണം. ഞാനിത് പറയുമ്പോൾ അസ്വസ്ഥതകൾ എന്നോട് നേരിട്ട് പ്രകടിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് പ്രകടിപ്പിച്ച ഉദ്യോഗസ്ഥരുണ്ടെന്നും എനിക്കറിയാം. ഞങ്ങൾ പറഞ്ഞു ഫാം പ്ലാൻ നമുക്ക് നടപ്പിലാക്കണം. കളിയാക്കിയവരുണ്ട്, സ്വാഭാവികമായിട്ടും ഇതുണ്ടാവുകയും ചെയ്യും. അവർക്കൊക്കെ ഒരു സംശയമുണ്ട്, നേരത്തെ നടന്ന രീതിയാണ്. ഇപ്പോൾ സെക്കൻഡറി അഗ്രികൾച്ചർ അവർക്കധികം ഇല്ല. അവർ ഉൽപ്പാദനത്തിൽ മാത്രം കേന്ദ്രീകരിച്ചു. ഗ്ലട്ഷ് എന്നൊരു വാക്കാണ് വരുന്നില്ല. ഉൽപ്പന്നം കൂടിക്കഴിഞ്ഞാൽ ഒരു ക്രൈസിസാണ്. എങ്ങനെ പരിഹരിക്കുന്നത്? ഉടനെ പറയും ഹോർട്ടികോർപ്പിനെ കൊണ്ട് എടുപ്പിക്കാം. എടുപ്പിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നോ എന്ന് നോക്കുന്നില്ല. നമ്മൾ ആരുടെയും ശ്രദ്ധയിൽ അധികം പെടാത്ത, പൊതുമണ്ഡലം അധികം ചർച്ച ചെയ്യാത്ത ഒന്നാണ് വിളവെടുപ്പാനന്തര നഷ്ടം എന്നുള്ളത്, പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്. ഈ കണക്ക് എൻ്റെ മുമ്പിൽ കിട്ടി ഞാൻ ഞെട്ടിപ്പോയി. 1500 കോടിയോളം 1400 കോടിയോളം രൂപ ഒരു വർഷം നഷ്ടം. ഫിഗർ ശരിയാണോ? ഞാൻ വീണ്ടും തിരക്കി. ഇന്ത്യ മൊത്തം എടുക്കുമ്പോൾ 1 ലക്ഷം കോടിക്ക് അപ്പുറത്തേക്കാണ് ഈ പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്. വിളവെടുത്തതിന് ശേഷം ഉണ്ടാകുന്ന നഷ്ടമാണ്. കർഷകന് വരുന്ന നഷ്ടമുണ്ട് 1100 കോടിയോളം രൂപയാണ്. ഞാൻ പച്ചക്കറി വിളവെടുത്തു. ആ വിളവെടുത്ത 100 കിലോ വെണ്ടയ്ക്ക വിളവെടുത്തെങ്കിൽ എനിക്ക് വിൽപ്പനയ്ക്ക് പോകുന്ന അവസരത്തിലേക്ക് അതിൽ 10 കിലോ കേടായിപ്പോയാൽ വിളവെടുപ്പാനന്തര നഷ്ടത്തിലേക്ക് അത് പോവുകയാണ്. അത് ഞാൻ എങ്കിലും തല്ലി അടിച്ച് വിൽപ്പന നടത്തുമ്പോൾ വിലയിൽ കുറവ് വരുന്നാലും എൻ്റെ നഷ്ടത്തിലേക്ക് അത് പോവുകയാണ്. പക്ഷെ നമ്മൾ കണക്കിൽപ്പെടാത്തതാണ്. ഇതൊക്കെ നമ്മൾ ഈ ക്രൈസിസൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടതല്ലേ? ഇത് അഡ്രസ്സ് ചെയ്യാതെ പഴയ പടി ഞങ്ങൾ അതുവഴിയാണ്. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു രീതിയാണ്. പക്ഷെ അതിൽ നിന്നിപ്പം നല്ല മാറ്റത്തിലേക്ക് വന്നു. ഞങ്ങൾ അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു. ഒരു 30 കൊല്ലം മുമ്പാണ് ശ്രീ വി രാഘവൻ കൃഷിഭവൻ എന്ന പേരിട്ടത്. എന്തിനാണ് അങ്ങനെ പേരിട്ടത്? ഒരു കർഷകനുടെ ഓഫീസിൽ ചെന്നാൽ ഓഫീസ് നല്ല വരേണ്ടത് എൻ്റെ വീടായിട്ട് തോന്നണം. ആ ചേഞ്ചാണ് ഈ പേരിടിയിലൂടെ വന്നത്. കാലം മാറി, 1/4 നൂറ്റാണ്ട് കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് വരേണ്ടത്? ഇതൊക്കെ സ്മാർട്ട് കൃഷിഭവനാവണം. ഞങ്ങൾ സ്മാർട്ട് കൃഷിഭവനിലേക്ക് എത്തിക്കാൻ ഞാൻ നോക്കി. സ്മാർട്ട് കൃഷിഭവൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് സ്മാർട്ട് ക്ലാസ് റൂമോ സ്മാർട്ട് ഓഫീസോ നമ്മൾ പറയുമ്പോൾ അവിടെ പ്രൊജക്ടർ, കമ്പ്യൂട്ടർ, മറ്റു സമയമൊക്കെയാണ്. അതല്ല കൃഷിഭവൻ്റെ സ്മാർട്ട്നെസ് എന്ന് പറഞ്ഞാൽ സേവനം സ്മാർട്ടാവുക എന്നുള്ളതാണ്. ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ മാറുമ്പോഴും നിങ്ങൾ ആലോചിക്കണം. ഈ കൃഷിഭവൻ നിങ്ങൾക്ക് വർക്കിംഗ് ഡേയിലെ നിങ്ങളുടെ വർക്കിംഗ് ഹവേഴ്സിൽ വന്നിരിക്കാനുള്ള സ്ഥലമല്ല. കൃഷി വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥർ കൃഷി പഠിച്ചവരാണ്. അവർ വീട്ടിൽ നിന്നിറങ്ങി കർഷകൻ്റെ കൃഷിയിടത്തിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ഇടത്താവളം മാത്രമായിരിക്കണം കൃഷിഭവൻ എന്നുള്ളത്. നിങ്ങൾക്ക് റിപ്പോർട്ടുകൾ തയ്യാറാക്കാനുണ്ടാവാം, ചില മീറ്റിങ്ങുകൾ അടിയന്തരമായി കൂടേണ്ടതുണ്ടാവാം, കർഷകർക്ക് ചിലപ്പോൾ ക്ലാസ്സുകൾ കൊടുക്കേണ്ടതുണ്ടാവാം, മറ്റ് അതുപോലെയുള്ള ആക്ടിവിറ്റികൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ സമയം കിട്ടേണ്ടത് കൃഷിയിടത്തിലാണ്. ഈ ബന്ധം ഒരു ജൈവ ബന്ധമാണ്. ഈ ബന്ധം മുറിഞ്ഞാൽ അങ്ങ് പറഞ്ഞ പരാതി നിൽക്കും. അപ്പോൾ കർഷകൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മിത്രം എന്നതിന് നിന്ന് മാറുന്ന തരത്തിക്കരുത്. ഒരു കർഷകനും കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരെക്കുറിച്ച് മുഖം കറുത്ത് വർത്തമാനം പറയാൻ ഇടവരരുത്. കർഷകനെ കൂടുതലായി ഓഫീസുകളിലേക്ക് വിളിച്ചു വരുത്തുന്നത് നല്ല രീതിയല്ല. ഓരോ തവണയും കരമടച്ച രസീതും കാർഡും കൊണ്ട് വാ, ശരിയല്ല. ഈ ആധുനിക കാലത്ത് നമ്മുടെ കയ്യിൽ ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമി, അങ്ങയുടെ ഭൂമി ഞാൻ വാങ്ങിക്കുകയോ എൻ്റെ ഭൂമി നിങ്ങൾ വാങ്ങിക്കുകയോ ചെയ്താൽ ഈ ക്രയവിക്രയം ഇന്ന് ഓൺലൈനിൽ അറിയാൻ പറ്റുമെങ്കിൽ ആ സോഫ്റ്റ്വെയർ സംവിധാനവുമായിട്ട് നമ്മുടെ ഇതിനെ ലിങ്ക് ചെയ്താൽ എനിക്ക് എത്ര കൃഷിഭൂമി ഇപ്പോൾ ഉണ്ടെന്ന് കൃത്യം അറിയാം. ഞാനത് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് രജിസ്റ്റർ ചെയ്യാം. അത് പരിശോധിക്കാൻ കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ പോയാൽ നേരത്തെ പറഞ്ഞ ആ പ്രശ്നവും പരിഹരിക്കും. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതാണ്. അപ്പോൾ ഇങ്ങനെ ഈ വരുന്നു, കർഷകനൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ആദ്യം അവിടെ എത്തേണ്ടത് കർഷകൻ്റെ മറ്റ് ബന്ധുക്കളെക്കാൾ മുമ്പേ അവിടെ എത്തേണ്ടത് കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരായിരിക്കണം. മലയാളികൾ മുൻകാലങ്ങളേക്കാൾ കൃഷിയുടെ പ്രാധാന്യം ഇപ്പോൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ലഭ്യമാകുന്ന സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്യാനുള്ള താല്പര്യം കുറേയേറെ പേരെങ്കിലും പ്രകടിപ്പിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം 56.4% അസുഖങ്ങൾക്കും കാരണം ഗുണനിലവാരമില്ലാത്ത ഭക്ഷണക്രമവുമാണെന്നാണ് പറയാറ്. ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും സ്വന്തമായി കൃഷി ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അതായത് കീടനാശിനികൾ തളിക്കാത്ത
പച്ചക്കറികളൊക്കെ ലഭിക്കുക എന്ന് പറയുന്നത് മഹാഭാഗ്യമായി കരുതുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് വലിയൊരു പ്രശ്നം എന്ന് ചോദിച്ചാൽ മലയാളിക്ക് എല്ലാ കാര്യത്തിലും നല്ല ബോധ്യവും അറിവും എല്ലാം ഉണ്ട്. എല്ലാ റിപ്പോർട്ടിലും നമ്മൾ നോക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ വലിയ മാറ്റമൊന്നും നമ്മൾ വരുത്താറില്ല. നമ്മളൊരു പാത്രത്തിൽ പല പാത്രങ്ങൾ കൊണ്ടുവച്ചാൽ വേസ്റ്റ് ഇടുന്നതിനുള്ള വേസ്റ്റ് ബിന്നുകളുണ്ടല്ലോ. പച്ചയിൽ ഇന്നതിടണം, അല്ലെങ്കിൽ ജൈവ മാലിന്യങ്ങൾ ഇന്നിടത്തിടണം, അജൈവ മാലിന്യം ഇടത്തണം. നമ്മളൊരു നല്ല സ്ഥാപനത്തിൽ ചെല്ലൂ, കൃത്യമായി അതെല്ലാം പാലിക്കും. ഇതൊന്നും നോക്കാതെ എന്ത് കിട്ടിയാലും ഇടുന്നൊരു സ്ഥലമാണ് നമ്മുടെ വയറ്. എന്തും നമ്മൾ അങ്ങോട്ടേക്ക് ഇടും. കൊള്ളാവുന്നതാണോ കൊള്ളത്തിലോ നോക്കാറില്ല. ഇതാണ് താങ്കൾ നേരത്തെ പറഞ്ഞ ആ റിപ്പോർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാകുന്നത്. അത് ICMRൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യമാണ്. 56.4% രോഗങ്ങളുടെയും കാരണം അവരുടെ തന്നെ വാക്ക് ഉപയോഗിച്ചാൽ ഡ്യൂ ടു അൺഹെൽത്തി ഡയറ്റ് എന്നാണ് പറഞ്ഞത്. നമ്മളപ്പോൾ എവിടെയാണ് നോക്കേണ്ടത്? നമ്മുടെ ഭാവി നിൽക്കുന്നത് ഒരിക്കലും വാരഫലത്തിനകത്തല്ല. നിങ്ങളുടെ ഭാവി, നമ്മുടെ ഭാവി നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് പത്രത്തിനപ്പുറത്തിൽ നമ്മുടെ ഭക്ഷണ പാത്രത്തിലേക്കാണ്. നമ്മൾ പാത്രത്തിലേക്ക് നോക്കണം, അടുക്കളയിലേക്ക് നോക്കണം, അടുക്കളയിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ എത്തുന്ന കൃഷിയിലേക്ക് നോക്കണം. അപ്പോൾ കൃഷി, അടുക്കള, ആഹാരം, ആരോഗ്യം, ജീവിതം, ഈ ബന്ധത്തെ നമുക്ക് വിസ്മരിച്ചു പോയാൽ വലിയ അപകടത്തിലേക്ക് നമ്മളെത്തും. ഞങ്ങൾ സത്യത്തിൽ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഞങ്ങളും കൃഷിയിലേക്ക് എന്നതിലേക്ക് ഞങ്ങൾ നീങ്ങിയത്. ഇപ്പോൾ അതോടനുബന്ധിച്ച് മറ്റ് കാര്യങ്ങളിൽ നമ്മൾ നോക്കി. പച്ചക്കറി ഉൽപ്പാദനം പരമാവധി നമ്മൾ വർദ്ധിപ്പിക്കാൻ നോക്കി. 2016 ഏതാണ്ട് 8-9 ലക്ഷം ടണ്ണായിരുന്നിടത്തുനിന്ന്, അല്ല 6 ലക്ഷം ടണ്ണായിരുന്നിടത്തുനിന്ന് ഇപ്പോൾ 19 ലക്ഷം ടണ്ണിനപ്പുറത്തേക്ക് നമുക്ക് കേരളത്തിന് എത്തിക്കാൻ കഴിഞ്ഞു. ഒരു വലിയ മാറ്റം കേരളത്തിലുണ്ട്. അത് ഈ പറയുന്നൊരു അവയർനെസ് കൂടിയുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ കൃഷി വകുപ്പ് ശരിക്കും കൈകോർക്കേണ്ടത് ആരോഗ്യ രംഗവും വകുപ്പുമായിട്ട് ഉൾപ്പെടെയാണ്. ഞങ്ങളൊരു അനൗപചാരിക യോഗം ചേർന്നു കുറേ ഡോക്ടർമാരുമായിട്ട് എല്ലാം. നമ്മൾ കേൾക്കുമ്പോൾ അവരുടെ റിപ്പോർട്ടിൽ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവുകയാണ്. നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കണം. അടുക്കളയ്ക്ക് ഇപ്പോൾ പ്രാധാന്യം ഇല്ല. അടുക്കളയെ നമ്മൾ ഏതാണ്ടൊരുമായി അവഗണിക്കുന്ന തരത്തിലേക്ക് എത്തി. അടുക്കളയുടെ വലിപ്പം കുറഞ്ഞു, പ്രാധാന്യവും കുറഞ്ഞു. അടുക്കളയ്ക്ക് വലിപ്പം കുറയുകയും പ്രാധാന്യം കുറയുകയും ചെയ്തപ്പോൾ ആശുപത്രികൾക്ക് പ്രാധാന്യം കൂടി നമ്മുടെ നാട്ടിൽ. നമ്മൾ അറിയാതെ അത് പോകുന്നു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഗൗരവത്തിൽ നമ്മൾ അതിനെ കാണും. ഞങ്ങൾ കൃഷി സമൃദ്ധിയുടെ കാര്യത്തിൽ ഉൾപ്പെടെ ഞങ്ങൾ പറഞ്ഞ അതാണ്. ഞങ്ങളും കൃഷിയിലേക്ക് എന്നതിൽ ഞങ്ങൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ നല്ലവണ്ണം എടുത്തപ്പോഴാണ് ഈ മെച്ചപ്പെടാരത്തിൽ എത്തിയത്. ഈ വർധനവ് ചെറിയ കാര്യമായിരുന്നു. ഇവിടെ ഒരു കാര്യം, ഈ മാർക്കറ്റിൽ നമ്മൾ പോയി പച്ചക്കറി വാങ്ങിക്കുമ്പോൾ പല സമയത്തും തീവിലയായിരിക്കും, പ്രത്യേകിച്ച് ചില ഉത്സവ സീസണുകളിലൊക്കെ. പക്ഷേ കർഷകർക്ക് ആ സമയത്ത് ലഭിക്കുന്നത് നാമമാത്രമായ വിലയായിരിക്കും. ഈ ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കാൻ ഏത് തലത്തിലാണ് കൃഷി വകുപ്പ് പ്രവർത്തിക്കുന്നത്? ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കുന്നതിനുള്ള ഒരു സുപ്രധാനമായ ഘടകമാണ് VFPCK പോലുള്ള സ്ഥാപനങ്ങൾ. അത് ചെറിയതല്ല, നല്ലവണ്ണം ഉണ്ട്. പക്ഷെ എന്നാലും ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരുടെ ഒരു പ്രശ്നം നിൽക്കുന്നുണ്ടല്ലോ. 100 ഏത്തക്കൊല ഞാൻ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഇത് വാങ്ങിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും വെച്ചിരുന്നാൽ എനിക്ക് വലിയ ക്രൈസിസ് ഉണ്ടാവുകയാണ്. ഞാൻ കടം കൊടുക്കേണ്ടി വരുന്നു, വില താഴ്ത്തി ചിലപ്പോൾ കൊടുക്കേണ്ടി വരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിശ്ചിതമായൊരു വില നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിൽപ്പന നടക്കുന്നില്ലെങ്കിൽ ഹോർട്ടികോർപ്പിനെ സംവിധാനത്തോടെ വിൽപ്പന നടത്തുന്നതാണ്. അപ്പോൾ മുൻകൂട്ടി പക്ഷേ ഒരു അറിയിപ്പ് കൊടുക്കണം നമുക്ക്. ഇന്ന് വിളവെടുത്തിട്ട് ഉച്ച കഴിയുമ്പോൾ നമ്മൾ ഹോർട്ടികോർപ്പിനെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ നിർബന്ധിച്ച് പോയി എടുപ്പിക്കും. പിന്നെന്താണെന്ന് ആരും ചിന്തിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ വിളവെടുപ്പാനന്തര നഷ്ടത്തിൽ കർഷകന് മാത്രമല്ല ട്രേഡേഴ്സിനും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരിടത്തും ആ നഷ്ടം ഉണ്ടാവാതിരിക്കാൻ പാകത്തിൽ നമ്മൾ ചെയ്യണം. അപ്പം മുൻകൂട്ടി തന്നെ ഞാൻ വാഴ നടുമ്പോൾ തന്നെ, വാഴയുടെ തൈ നടുമ്പോൾ തന്നെ നമുക്കൊരു അറിയിപ്പ് കൊടുക്കും. അപ്പോൾ എന്നത്തേക്ക് ഇതിൻ്റെ കായ ഉണ്ടാവും, വാഴ കൊലയുണ്ടാവും എന്ന് നമുക്ക് ഉറപ്പാവും. അപ്പോഴത്തെ മാർക്കറ്റ് എങ്ങനെയാണ്? നമ്മളിൽ ഡേറ്റ സിസ്റ്റം പോലുണ്ട്. ഈ ഡേറ്റ അനലൈസ് ചെയ്യണം, അനിവാര്യമാണ്. ഏത് സമയത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, മാർക്കറ്റ് എങ്ങനെയായിരിക്കും നല്ലത്, എവിടെയായിരിക്കും നല്ല മാർക്കറ്റ് ഉണ്ടാവുക. അപ്പോൾ ഇന്ന് കൃഷി ചെയ്യേണ്ടത് ഞാൻ നേരത്തെ കാലാവസ്ഥയും മാത്രം ആശ്രയിച്ചല്ല, ഡേറ്റകളെയും കൂടി ആശ്രയിച്ചിട്ടാണ്. അപ്പം സ്മാർട്ട് കൃഷിഭവനപ്പുറത്തേക്ക് സ്മാർട്ട് കൃഷിയിലേക്ക് നമ്മൾ നീങ്ങണം. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെ കാലമാണ്. IoT എങ്ങനെയാണ് നമുക്ക് നിൽക്കാൻ കഴിയുക? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. എങ്ങനെയാണ് AI ഇതിനകത്തേക്ക് വരിക? അപ്പോൾ AIയും IoTയും എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സ്മാർട്ട് ഫാമിംഗ് ആണ് ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യകളെയും സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാർക്കറ്റിനെ അനലൈസ് ചെയ്യണം. മാർക്കറ്റിനെ കൂടെ അനലൈസ് ചെയ്തിട്ട് നിൽക്കണം. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കോൾഡ് സ്റ്റോറേജുകൾ, മറ്റ് സംവിധാനങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് സംവിധാനങ്ങളാണ്. ഇപ്പോൾ മന്ത്രിയായി കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നേരത്തെ വളരെ ശക്തമായ പരിസ്ഥിതി നിലപാടുകൾ എടുത്തിട്ടുള്ള
പരിസ്ഥിതി പ്രവർത്തകൻ, അതായത് പ്ലാച്ചിമട മുതൽ നർമ്മദാ ബച്ചാവോ ആന്തോളൻ സമരം വരെ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഈ പരിസ്ഥിതി നിലപാടുകളിൽ വികസനം നടപ്പാക്കേണ്ട ഒരു മന്ത്രി എന്ന പദവിയിലേക്ക് എത്തിയപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഒരു കോംപ്രമൈസിനും തയ്യാറായിട്ടില്ല. സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ചുമതലയിൽ നിന്നുകൊണ്ട് നമ്മുടെ നാടിൻ്റെ പരിസ്ഥിതിയെയും നമ്മുടെ നാടിൻ്റെ ജനതയെയും ബന്ധിപ്പിക്കുന്ന, മനുഷ്യനും പ്രകൃതിയും കേന്ദ്രബിന്ദുവാകുന്ന തരത്തിലുള്ള നടപടികളുമായിട്ട് മാത്രമേ മുന്നോട്ട് പോയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് വന്ന, അതിന് വിരുദ്ധമായി വന്ന നിലപാടുകളോടെല്ലാം നോ എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിലപാടുകൾ മാറേണ്ടുന്ന ഒരു കാര്യവുമില്ല, നിലപാടുകൾ മാറ്റുകയുമില്ല. നിലപാടുകൾ മാറിയാൽ പിന്നെ നമ്മളില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മന്ത്രിയുണ്ടോ എന്നുള്ളതല്ല, നിലപാടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമാവുന്ന കാര്യം. അതുകൊണ്ട് നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ജനങ്ങൾ ആരെ തിരഞ്ഞെടുക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് LDFിൻ്റെയും CPIയുടെയും പ്രതീക്ഷ എത്രത്തോളം? ഓരോരുത്തരും അവരുടെ ജീവിതം കൊണ്ടാണ് വിലയിരുത്തൽ നടത്തേണ്ടതെന്നാണ് CPIയുടെയും LDFിൻ്റെയും പക്ഷം. നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്തുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ ആകുമ്പോൾ നമ്മളെല്ലാം കേൾക്കാൻ പോകുന്നൊരു വാചകമുണ്ടല്ലോ. ആ വാചകം എല്ലാ മുന്നണിയും പറയുന്ന, എല്ലാ സ്ഥാനാർത്ഥിയും പറയുന്ന ഒരു വാചകം, ജയിപ്പിക്കണം എന്നെല്ലാവരും പറയും. എന്നാൽ നമ്മൾ പൊതുവായി എത്രയോ കാലം കൊണ്ട് കേൾക്കുന്നൊരു വാചകമാണ് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എന്നുള്ളത്. വോട്ടിന് ഇത്രയും വിലയുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ അത്രയും വിലയുണ്ടെന്ന് കണക്കാക്കാറില്ല. നമ്മുടെ കാതിലെയോ കഴുത്തിലെയോ കയ്യിലെയോ ഒരു സ്വർണം അല്പം പോയാൽ, നമ്മുടെ ഇച്ചിരി പൈസ എവിടെയെങ്കിലും കളഞ്ഞു പോയാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഈ സ്വർണത്തെക്കാളും രത്നത്തെക്കാളും വജ്രത്തെക്കാളും വിലപിടിപ്പുള്ള ഒന്നാണ് നമ്മളുടെ വോട്ട്. സ്വർണം കൊണ്ട് മുഖ്യമന്ത്രി ഉണ്ടാവില്ല, സ്വർണം കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഉണ്ടാവില്ല, സ്വർണം കൊണ്ട് MPയും MLAയും പഞ്ചായത്ത് മെമ്പറും ഉണ്ടാവില്ല, സ്വർണം കൊണ്ട് ഒരു ജനപ്രതിനിധിയെ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ വോട്ട് കൊണ്ടാണ് പ്രധാനമന്ത്രി ഉണ്ടാവുന്നത്, വോട്ട് കൊണ്ടാണ് മുഖ്യമന്ത്രി ഉണ്ടാവുന്നത്, വോട്ട് കൊണ്ടാണ് മന്ത്രിമാർ ഉണ്ടാവുന്നത്, വോട്ട് കൊണ്ടാണ് നിയമസഭയും പാർലമെൻറ്റും രൂപപ്പെടുന്നത്. അവിടെയാണ് നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. നിയമങ്ങളും ചട്ടങ്ങളും രൂപപ്പെടുന്നത് ഈ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മളെ ഇത്രമേൽ ബാധിക്കുന്ന, നമ്മുടെ കഴുത്തിൽ കിടക്കുന്നൊരു മാലയേക്കാൾ, കാതിലുള്ള അല്ലെങ്കിൽ ഒരു കമ്മലിനേക്കാൾ നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളുമാണ്. ഇതുണ്ടാക്കാൻ നമ്മൾ ചുമതലപ്പെടുത്തുന്ന ആൾക്കാരാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എത്ര ഉയർന്ന പോസ്റ്റാണെന്ന് ആലോചിച്ച് നോക്കുക. പദവികൾ, ഇന്ത്യൻ പ്രധാനമന്ത്രി എങ്ങനെയാണ് വരുന്നത്? വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം നമ്മുടെ ഈ വിലയേറിയ വോട്ട്, ഇത്രയും വിലയുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ വോട്ട് കൊണ്ടാണ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം ഉണ്ടാകുന്നത്. അങ്ങനെ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ തിരിച്ചെന്ത് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു സുപ്രധാനമായ ചോദ്യമാണ്. ഞാൻ വോട്ട് ചെയ്യാം, എനിക്കെന്ത് തരും, എനിക്ക് എത്ര രൂപ തരും എന്നുള്ളതല്ല ചോദ്യം. എന്നോടൊരിക്കൽ ഒരു അമ്മച്ചി പറഞ്ഞു, ഞങ്ങൾ വോട്ട് ചെയ്യാം കുഞ്ഞ്, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. ആ അമ്മച്ചി ചോദിച്ചത് ഏറ്റവും മോശപ്പെട്ട ചോദ്യമാണ് എന്നുള്ളതിൻ്റെ പേരിൽ ആ വീട്ടിലെ മക്കളും മരുമക്കളും എല്ലാം കൂടി ആ അമ്മച്ചിയെ ഉന്തിത്തള്ളി അകത്തോട്ട് കൊണ്ടുപോയി, സാറേ ക്ഷമിക്കണം എന്നോട് പറഞ്ഞു. ഞാൻ ഒട്ടും നിങ്ങൾ കാണിച്ചത് ശരിയല്ല, ആ അമ്മച്ചി പറഞ്ഞതാണ് ശരി. ഞങ്ങൾ വിലയേറിയ വോട്ട് ചെയ്യുമ്പോൾ തിരിച്ചെന്ത് കിട്ടും? അമ്മയ്ക്ക് 100 രൂപ കിട്ടുമോ എന്നുള്ളതല്ലല്ലോ ചോദിക്കുന്നത് അവിടെ. ആ ചോദ്യത്തിനാണ് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനവും മുന്നണികളും ഉത്തരം പറയേണ്ടത്. ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റി. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു, ഞങ്ങളത് പൂർത്തിയാക്കി. ഞങ്ങൾ വീട് കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു, 5 ലക്ഷം വീടുകൾ കേരളത്തിൽ പൂർത്തിയാക്കി. ഈ ഗവൺമെൻറ് 5 കൊല്ലം 50,000 കോടി രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷന് വേണ്ടി നീക്കിവെച്ചത്, കൊടുത്തത്. ഇന്ന് കേരളത്തിൽ ഒരാൾക്ക് പോലും കുടിശ്ശികയില്ല എന്ന് ആലോചിച്ച് നോക്കുക. ചെറിയ കാര്യമാണ്. 5 ലക്ഷത്തോളം വീടുകൾ കേരളത്തിൽ പൂർത്തിയായി. 30%-ലധികം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ്. ചെറിയ കാര്യമാണ്. മുൻകാലത്ത് ഒരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള ഈ നേട്ടങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞത് ഈ കേരളത്തിൽ വിലയേറിയ വോട്ടുകൾ ചെയ്ത് ഞങ്ങളെ വിജയിപ്പിച്ചപ്പോൾ അതിനേക്കാൾ വിലപിടിപ്പുള്ളത് ഈ നാട്ടിൽ ജനങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട് എന്ന ഉത്തരവാദിത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അടിസ്ഥാന സൗകര്യ വികസനം നിങ്ങൾ നോക്കുക. കിഫ്ബി ഈ 10 കൊല്ലം കൊണ്ട് 1,10,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. ഒരു 25, 30, 40, 50 കൊല്ലം കഴിഞ്ഞ് നടക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നു. അത് ചെറിയ കാര്യമാണ്. നമ്മുടെ ആശുപത്രികളുടെ മുഖം മാറി. എൻ്റെ മണ്ഡലത്തിലെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഉദ്ഘാടനമാണ് ഈ ദിവസം ചേർത്തല താലൂക്ക് ആശുപത്രി. 84 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് നടന്നിരിക്കുന്നതെല്ലാം. അപ്പോൾ ഈ സൗകര്യം, സ്കൂളുകൾ, പാലങ്ങൾ, റോഡുകൾ, മറ്റ് സംവിധാനങ്ങൾ, കൃഷി വകുപ്പ് എന്ന് പറയുമ്പോൾ കണ്ണാറയിലെ ബനാന ഹണി പാർക്ക് യാഥാർത്ഥ്യമാവാൻ പോകുന്നു. ഇതെല്ലാം ഈ തരത്തിൽ വികസനങ്ങളെല്ലാം നടന്നത് ചെറിയ കാര്യം. പിന്നെ മനസമാധാനത്തോടെ കേരളത്തിൽ ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ കേരളത്തെ എത്തിച്ചു. ചെറിയ കാര്യമാണ്. നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. 2016 മുമ്പുള്ള കാലത്തെയും മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുത്തി ഒക്കെ നോക്കൂ. പോരായ്മകളും പിഴവുകളും ഉണ്ടാവാം, ചൂണ്ടിക്കാണി. പക്ഷേ എന്നാൽ
മെച്ചപ്പെട്ട ഇടത്തിലേക്ക് ഇതിനെ കൊണ്ടുപോയി ഇനിയും നമുക്ക് അതിൻ്റെ തുടർച്ച കേരളത്തിലുണ്ടാവണം. അതാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്. ഒരു ചിത്രം കൂടി കാണിക്കാം. അങ്ങേക്ക് അല്പം സർപ്രൈസിങ് ആയിരിക്കും. ഈ ഒരു ചിത്രം ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് പട്ടണസ് പോയതാ അതോ? അതെ, അത് അതായത് സംസ്ഥാനത്തെ ഒരു മന്ത്രി കഞ്ഞിക്കുഴിയിലെ ആശാൻ കളരിയിൽ കുട്ടികളെ എഴുത്തിനിരുത്ത് ചടങ്ങിലേക്ക് ചെന്നപ്പോൾ മന്ത്രിയുടെ ഷർട്ടിന് ബട്ടണില്ല. മന്ത്രി അതൊന്നും ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലല്ല എന്നാണ് അടുപ്പമുള്ളവർ പറയുന്നത്. അപ്പോൾ അത് ഒരു സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചപ്പോൾ എന്നാ ഒരു പിന്ന് തരൂ എന്ന് പറഞ്ഞ് ആ പിന്ന് കുത്തുന്ന, മന്ത്രി സ്വയം പിന്ന് കുത്തുന്ന ഒരു ചിത്രമാണിത്. ഞാൻ ഈ ചിത്രം കാണിക്കാൻ കാരണം ഇതിപ്പോൾ വ്യക്തിപരമായി താങ്കളുടെ ഏതെങ്കിലും എളിമയോ അല്ലെങ്കിൽ ലളിത ജീവിതത്തെയോ കാണിക്കുന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ലാളിത്യം, ആർഭാടമില്ലായ്മ, അതായത് അവരുടെ ആർഭാടമൊക്കെ വലിയ രീതിയിൽ വർദ്ധിക്കുന്നുവെന്ന വിമർശനം ശക്തമാകുന്നതിനിടയിലാണ് ഒരു മന്ത്രി ഇത് ഏതെങ്കിലും രീതിയിൽ മാധ്യമങ്ങൾ വരുമെന്നോ ചർച്ച ചെയ്യപ്പെടുമോ എന്ന് വിചാരിച്ചിട്ടല്ല, ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളൊരു ചിത്രമാണ്. ഇത് ഒരു സുഹൃത്ത് ആ സമയത്ത് പകർത്തിയ ചിത്രം കൂടിയാണ്. അദ്ദേഹം എനിക്ക് അയച്ചു തന്നതാണ്. എന്താണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ലളിത ജീവിതം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പറയാൻ? അങ്ങനെ അധികമായി നഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നില്ലെങ്കിലും നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയുണ്ട്. എന്തെല്ലാം സുഖസൗകര്യങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നതല്ല, അതിൽ ആകൃഷ്ടരായി പോവുക സ്വാഭാവികമാണ്. സമൂഹം തന്നെയും പറയുന്നില്ല, പലരോടും പറയാറില്ലേ, ഇപ്പോഴാണ് എല്ലാം ഉണ്ടാക്കാൻ പറ്റിയ കാലം, നോക്കണം കേട്ടോ. പഞ്ചായത്ത് മെമ്പർ മുതൽ മുകളിലോട്ട് എല്ലാവരോടും സമൂഹത്തിൻ്റെ ഭാഗമായി തന്നെ പറയുന്നു. ഞാൻ തന്നെ പലരും പറഞ്ഞത് കേട്ടോ, എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിലും പലരോടും പറയുന്നതിനെങ്കിൽ പലരും വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴാണ് ഏറ്റവും നല്ല അവസരം കേട്ടോ, ഒന്നും ഉണ്ടാക്കാതിരിക്കരുത്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, ഇങ്ങനെ പറയുന്ന സമൂഹവുമുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഒരാളിലേക്ക് എത്തും. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള സമ്മർദ്ദങ്ങൾ വരാം. അങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന സാമ്പത്തിക മെച്ചത്തെക്കുറിച്ച് ചിലപ്പോൾ പറയുന്നവരുണ്ടാവാം. പലതരത്തിൽ ഇത്തരം സമ്മർദ്ദങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന, ചിലപ്പോൾ സമൂഹത്തിൽ നിന്ന്, ചുറ്റുപാടിൽ നിന്ന്, അടുപ്പമുള്ളവരിൽ നിന്ന് ഒക്കെയും ഈ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയാതെ പോകുന്നവർ ഉണ്ടാവാം. ചിലപ്പോൾ ഇതൊക്കെ സമ്മർദ്ദമില്ലാതെ തന്നെയും ഈ സുഖസൗകര്യങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടാവും. നമുക്ക് വേണ്ട സുഖസൗകര്യങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കണം. പക്ഷേ അതിനപ്പുറത്തേക്ക്, വേണ്ടതിനപ്പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത്. ഞങ്ങളൊക്കെയും കണ്ടു വളർന്നതും കേട്ടു വളർന്നതും കേരളം കണ്ട ആകാശത്തോളം ഔന്നത്യമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചാണ്. അതൊക്കെ മനസ്സിലിങ്ങനെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാത്രമേ അത്തരക്കാരുള്ളൂ എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ, മറ്റു പാർട്ടികളിലും ഉണ്ട്. അതൊക്കെ അവരെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വലിയ ബഹുമാനം അവരോടൊക്കെ തോന്നിയിട്ടുണ്ട്. അതൊക്കെയും ഞങ്ങളെയൊക്കെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ എൻ്റെ അച്ഛനും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അച്ഛൻ മാത്രമൊന്നുമല്ല, അച്ഛനും അമ്മയും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവരൊപ്പം തന്നെ ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ രാഷ്ട്രീയ നേതാക്കന്മാർ വലിയ അളവിൽ എന്നിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ ആർഭാട വാഹനങ്ങൾക്കൊക്കെ വളരെ രീതിയിൽ പണം ചെലവഴിക്കുന്നു എന്ന വിമർശനമൊക്കെ പ്രതിപക്ഷം ഉയർത്തുന്നതിനിടയിലാണ് ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തി കൂടി വർദ്ധിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായും അത്തരം ആർഭാട ജീവിതങ്ങൾക്കെതിരെയുള്ള പ്രചാരണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കേരളത്തിൽ അങ്ങനെ ഒരു മന്ത്രിയും ആർഭാട വാഹനം ഉപയോഗിക്കുന്നില്ല. കേരളത്തിൽ ഇന്ന് ലഭ്യമാകുന്ന വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷിതത്വത്തെ കണക്കിലെടുത്തുകൊണ്ട് മെച്ചപ്പെട്ട വാഹനം നൽകേണ്ടത് അനിവാര്യമാണ്. പല പരിപാടികളിലേക്കൊക്കെ നിർബന്ധിക്കുന്നത്, എത്തണമെന്ന് ആവശ്യപ്പെടുന്നതൊക്കെ ആ ആവശ്യപ്പെടുന്നതനുസരിച്ച് വേഗത്തിലും സമയത്തും എത്തുക എന്നുള്ളതിനൊക്കെ വാഹനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. മെച്ചപ്പെട്ട വാഹനങ്ങളും അനിവാര്യമാണ്. ഈ ദിവസങ്ങളെല്ലാം ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആരാ? ഡ്രൈവറും അല്ലെങ്കിൽ മന്ത്രിമാരെക്കുറിച്ചാണ് അങ്ങ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡ്രൈവറും ഗൺമാനും എല്ലാം ഒരു മാസത്തിൽ എത്രയോ ദിവസങ്ങൾ അവർ മാറി നിൽക്കും, അല്ലെങ്കിൽ പകുതി സമയത്ത് മാത്രമേ അവർ വരുന്നുള്ളൂ. ഒന്നിൽ കൂടുതൽ ഡ്രൈവർമാർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ വണ്ടിയിലിരിക്കുന്ന മന്ത്രി ഒന്നേ ഉള്ളൂ. 365 ദിവസവും ഈ വാഹനത്തിൽ ഇരിക്കുകയാണ്. ആ വാഹനം മെച്ചപ്പെട്ട വാഹനമാവണം, കുഴപ്പങ്ങളുള്ളതാവാൻ പാടില്ല. നമ്മുടെ ആരോഗ്യത്തെ കൂടി കണക്കിലെടുത്തത് മുതിർന്ന ആളുകളൊക്കെ ഒരുപാട് ഞങ്ങളുടെ മന്ത്രിസഭയിലും ഉണ്ട്. അവരുടെയൊക്കെ ആരോഗ്യത്തിന് കൂടി സഹായകമാവുന്ന തരത്തിലുള്ള വാഹനങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഒരാളും ഒരാർഭാട വാഹനവും ഇന്ന് കേരളത്തിൽ ഉപയോഗിക്കുന്നതേയില്ല. പക്ഷെ ബാക്കിയുള്ളതെല്ലാം കഥകളാണ്. കഥകൾ മെനഞ്ഞുണ്ടാക്കുക എന്നുള്ളത് എതിർപക്ഷത്ത് നിൽക്കുന്നവരെ ആക്ഷേപിക്കാനും ആക്രമിക്കാനും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രമാത്രം വസ്തുതയുണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗമെന്ന നിലയിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും
ചേർത്തല MLA എന്ന നിലയിൽ ആ മണ്ഡലത്തിൽ എന്തായാലും ഇനി വീണ്ടും മത്സരിക്കാൻ പോവുകയാണല്ലോ, ആ മണ്ഡലത്തിലെ ജനങ്ങളോടും എന്താണ് പറയാനുള്ളത്? നമുക്ക് കേരളത്തിൽ വികസനത്തിൻ്റെ നല്ല മെച്ചത്തിലേക്ക് എത്തണം. ചെറുപ്പത്തിന് ഈ കേരളത്തിൽ തന്നെ നിന്ന് മെച്ചപ്പെട്ട തൊഴിലിലൂടെ നല്ല വരുമാനം നേടി അന്തസ്സാർന്ന ജീവിതം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷകൾ ഇന്ന് കേരളം കൊടുത്തിട്ടുണ്ട്. അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ ഭാവി കേരളം ശോഭനമായിരിക്കും. ഇതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ ഓരോ മേഖലയായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇന്ന് ഇട്ടിരിക്കുന്ന നേട്ടങ്ങളുടെ തുടക്കം ചെറിയ കാര്യമല്ല. ആ തുടർച്ചയ്ക്ക് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ അധികാരത്തിലെത്തണമെന്നാണ് ഞങ്ങളെല്ലാം പറഞ്ഞത്. അത് പറയുന്നത് വെറുതെ അല്ല, കേരളത്തിൻ്റെ പഴയകാല അനുഭവങ്ങൾ കൂടി കണക്കിലെടുത്തിട്ടാണ്. ഈ ഭരണത്തിനൊരു തുടർച്ച ഉണ്ടാവണം എന്ന് പറയുന്നത് അധികാരരംഗത്തിരിക്കുന്നവർക്ക് തുടരുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ അല്ല. ഈ ഭരണത്തിന് തുടർച്ച ഉണ്ടാവണം എന്ന് പറയുന്നത് ചെയ്തു വെച്ചിരിക്കുന്ന ഈ നല്ല കാര്യങ്ങൾക്ക് വീണ്ടും ഒരു തുടർച്ച ഉണ്ടാവണം എന്നുള്ളതിൻ്റെ പേരിലാണ്. വിഴിഞ്ഞം അടക്കം നമ്മുടെ കേരളത്തിൽ നേടിയെടുത്ത എണ്ണം പറഞ്ഞ നേട്ടങ്ങളെ നമുക്ക് ആ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ തുടർച്ച ഇതിനേക്കാൾ മുന്തിയ തരത്തിൽ ഉണ്ടാവണം. വികസനത്തിൻ്റെ കാര്യത്തിൽ ഈ മെച്ചവും മേന്മയും ഉണ്ടാവണം. വിദ്യാഭ്യാസ രംഗത്തെ ഈ പുരോഗതി ഈ കേരളം ഇനിയും കൂടുതലായി കൈവരിക്കണം. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഈ നാട്ടിൽ മെച്ചപ്പെട്ട തൊഴിലിലൂടെ അന്തസ്സാർന്ന ജീവിതം നയിക്കാൻ കഴിയുന്നൊരിടമാക്കി നമുക്കതിനെ മാറ്റണം. ആ രംഗത്തേക്കെല്ലാമുള്ള ചുവടുവയ്പ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് ഞാൻ ഇടതുപക്ഷ മുന്നണിക്കാരെന്ന തരത്തിൽ പറയുന്നൊരു അവകാശവാദം അല്ല. നമുക്ക് ഇന്നലകളെ നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു. ഡേറ്റാസ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഡേറ്റകളിലൂടെ ഒന്ന് നോക്കൂ, ഏത് കാലത്താണ് ഈ മെച്ചമുണ്ടായതെന്ന്. ഇതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ചേർത്തലയിലെ എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളോടും പറയാനുള്ളത്. സാധാരണക്കാരാണ്, പാവപ്പെട്ടവരാണ് ആ മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം പേരും. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം സ്നേഹമുള്ള ഒരു ജനതയാണ് അവിടെയുള്ളവർ. നിസ്സംശയം പറയാൻ കഴിയുന്ന കാര്യമാണ്. അവരോടും പറയാനുള്ളത്, നമ്മുടെ നാടിന് ഇനിയും നമുക്ക് ഒരുപാട് വികസനത്തിൻ്റെ ഉന്നതികളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഗ്രാമീണ ജനതയുടെ ജീവിതത്തെ കണക്കിലെടുത്തുകൊണ്ട് വികസനം എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബത്തിലും എത്തുന്ന സന്തോഷം കൂടിയാണ്. ഹാപ്പിനെസ് ഓരോ കുടുംബങ്ങളിലും എത്തിക്കുക എന്നുള്ളതാണ്. അതിനെ കണക്കിലെടുത്തുകൊണ്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. അതാണ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയാണ് തുടർച്ച ഉണ്ടാവേണ്ടത്. ഇടർച്ച ഉണ്ടായാൽ തകർച്ച ഉണ്ടാവുന്നത് ഓരോ കുടുംബങ്ങൾക്കും ആയിരിക്കും. അതുകൊണ്ട് തുടർച്ച ഉണ്ടാവണം എന്ന് ഞങ്ങളെല്ലാം കേരളത്തോട്, ഓരോ നാട്ടിലും ഉള്ള ആളുകളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. വളരെ നന്ദി മിനിസ്റ്റർ. എന്തായാലും മിനിസ്റ്റർ പറഞ്ഞ പല പ്രധാനപ്പെട്ട പോയിന്റുകളും പ്രേക്ഷകർ നോട്ട് ദ പോയിന്റിൽ നോട്ട് ചെയ്തിട്ടുണ്ടാകും. നോട്ട് ദ പോയിന്റുമായി ഇത്രയും സമയം അമൃത ന്യൂസിനോടും സഹകരിച്ചതിന് വളരെ നന്ദി. അമൃത ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞാനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.